ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ഞാലിപ്പൂവിൻ്റെ ഇല വെട്ടി കുറച്ച് ഇലയ്ക്ക് ഓർഡർ വന്നിട്ടാണ്. അന്നേരം ഇല വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല ഓർഡർ കിട്ടാറാണ്. നമ്മളന്നേരം ഒരിലയ്ക്ക് അത്യാവശ്യം വില കിട്ടും. നമ്മൾ അതിനുവേണ്ടി കുറച്ച് ഇല വെട്ടാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇലയ്ക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ വാഴകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, നമുക്ക് ഇലയ്ക്ക് വേണ്ടി വാഴ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ലാഭമുള്ള ഒരു ജോലിയാണ്. എന്നുവെച്ചാൽ ഇല കൊല വെട്ടി വിൽക്കുന്നതിനേക്കാളും ലാഭം ഇല വെട്ടി വിൽക്കുന്നതിനകത്താണ്. അങ്ങനെ ഇലയ്ക്ക് ഓർഡർ കിട്ടുമെങ്കിൽ നിങ്ങളെല്ലാം വാഴ വെച്ച് പിടിപ്പിക്കുക. മാക്സിമം ഇലകൾ സപ്ലൈ ചെയ്യാനുള്ള രീതിയിലും വാഴ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് നല്ലൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ വെച്ചേക്കുന്ന വാഴയിൽ നിന്ന് ഇല വെട്ടുന്നത്. നമുക്ക് ബോർഡറിൽ വെച്ചേക്കുന്ന കുറേ വാഴകളുണ്ട്. അതിന് വേണ്ടി ആണ് ഇത് എടുക്കുന്നത്. നമ്മൾ ഇതിന് വേണ്ടി നിർത്തിയേക്കുന്ന വാഴ ഇല വെട്ടാനായിട്ട് മാത്രം നിർത്തിയേക്കുക. ബാക്കിയുള്ളടുത്ത് സെൻറ്ററിലെല്ലാം നല്ല വാഴ വെച്ചിട്ട് ഈ ബോർഡറിരിക്കുന്ന വാഴയിലെ ഫസ്റ്റ് കൊല വെട്ടിക്കഴിഞ്ഞാൽ തൈകളെല്ലാം അവിടെ നിർത്തിയേക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇല വെട്ടാനായിട്ട് എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ ഒരു മൂട്ടിൽ നിന്ന് 3-4 വിത്ത് കുഞ്ഞുങ്ങൾ നിർത്തിയിട്ട് ആദ്യം നമ്മൾ ഇല വെട്ടാനായിട്ട് നിർത്തിയേക്കുക. സൈഡിൽ ബോർഡർ നിൽക്കുന്ന വാഴ നമ്മളെല്ലാം എടുക്കുന്നത്. ഇല നമ്മൾ അടുക്കി വൃത്തിയാക്കി കെട്ടി കൊടുക്കണം. അതുകൊണ്ട് ഇല എടുക്കേണ്ട ആദ്യം കുറച്ച് വേസ്റ്റ് ഇല അടിയിലിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് അടുക്കി എടുക്കണം. കുറച്ച് നമ്മൾ എടുക്കണം. രണ്ടായിട്ട് മടക്കി എടുക്കണം. ഇല എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം എടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് ഒടിയാതെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ അടുക്കി ഒരു 5 ഇല വെച്ച് നമ്മൾ എടുക്കും. 5 ഇല വെച്ച് അടുക്കി ഓരോ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കും. അന്നേരം അതിനനുസരിച്ച് നമുക്കത് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ, ഇല പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഉണ്ടോ ഇങ്ങനെ അടുക്കുക. നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് ഇല ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇല പൊട്ടത്തില്ല. അങ്ങനെ നമ്മൾ ആണ് ഇല സപ്ലൈ ചെയ്യുന്നത്.